സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക്. പ്രധാന വാർത്തകൾ ആദ്യം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് സമരവിജയമെന്ന ആശമാർ. ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന വാദം തെറ്റെന്ന് തെളിഞ്ഞെന്ന് സമരസമിതി. ഓണറേറിയം 21,000 ആക്കണമെന്നാവശ്യപ്പെട്ട് ഇനി ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴി പരിശോധിച്ച് SIT. ഇടക്കാല റിപ്പോർട്ട് ഉടൻ ഹൈക്കോടതിയിൽ. സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട്ടെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റ് ഇന്ന് മുതൽ തുറന്ന് പ്രവർത്തിപ്പിക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഉപാധികളോടെ പ്രവർത്തിപ്പിക്കാൻ. ഫാക്ടറിക്ക് മുന്നിൽ സമരം ചെയ്യുമെന്ന് സമരസമിതി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള NDAയുടെ പ്രകടന പത്രിക ഇന്ന്. സ്ത്രീ ശാക്തീകരണത്തിലും വിദ്യാഭ്യാസത്തിലും ഊന്നിയുള്ള വാഗ്ദാനങ്ങൾക്ക് സാധ്യത. മുഗയിൽ JDU ജൻസുരാജ് പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മരണം. ഗാസയിലെ വിവിധയിടങ്ങളിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ഖാൻ യൂനിസിൽ 10 തവണ വ്യോമാക്രമണം. മൃതദേഹ കൈമാറ്റം പുനരാരംഭിച്ച് ഹമാസ്. സ്ഥിതിഗതികൾ വിലയിരുത്തി ഖത്തറും അമേരിക്കയും. ഓസ്ട്രേലിയയെ അട്ടിമറിച്ച് ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനലിൽ. 339 റൺസ് മറികടന്നത് 5 വിക്കറ്റ് ശേഷിക്കെ. 127 റൺസുമായി പുറത്താകാതെ നിന്ന ജമീമ റോഡ്രിഗസ് കളിയിലെ താരം. ഞായറാഴ്ചത്തെ ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക എതിരാളി. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് മെൽബണിൽ. മത്സരം ഉച്ചയ്ക്ക് 1:45 മുതൽ. മഴപ്പേടിയിൽ ആരാധകർ. 2020ൽ 1000 റൺസ് തികയ്ക്കാൻ സഞ്ജുവിന് 7 റൺസ് കൂടി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു ആശാ പ്രവർത്തക മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഇവിടെ തിരിച്ചു വരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മളുടെ ഈ സമര ഇപ്പോൾ തുടർന്നു വരുന്ന ഈ സമര രീതിയെ കുറിച്ച് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് ചോദിക്കാം, അതിനനുസരിച്ച് സംസാരിക്കാം. അത് നമ്മള് താഴെ തട്ട് മുതൽ നമ്മുടെ സെന്ററുകൾ കേന്ദ്രീകരിച്ചു മുതൽ ജില്ലാതലത്തിൽ അത് വിവിധങ്ങളായ തരത്തിലുള്ള, ചിലപ്പോൾ പ്രതിഷേധ സദസ്സായിരിക്കാം, ചിലപ്പം സെന്റർ തലത്തിലുള്ള ആശമാരുടെ മീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന പ്രതിഷേധ പരിപാടികളായിരിക്കാം. എന്തായാലും ജില്ലാ തലത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇല്ല, അങ്ങനെ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. സമരകേന്ദ്രം ഇവിടെ തലസ്ഥാനത്തായിരുന്നു. ആ സമരത്തിന്റെ രൂപമാണ് നാളെ നമ്മൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത്. ജില്ലാതലങ്ങളിൽ ഇത്തരത്തിലുള്ള സമരകേന്ദ്രങ്ങളൊന്നും തന്നെ നിലവിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും വളരെ വലിയൊരു വിജയം തന്നെയാണ്. കാരണം 1 രൂപ പോലും വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞെടുത്ത്, ഈ ഗവൺമെന്റ് 1 രൂപ പോലും നൽകില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ഗവൺമെന്റിനെ കൊണ്ട് തന്നെ ഒരു വർധനവ് വരുത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും സമരത്തിന്റെ വലിയൊരു വിജയം തന്നെയാണ്. ആ വിജയം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ചോദിക്കാനില്ലെന്നു സർക്കാർ ആശമാർക്ക് ഈ കാര്യങ്ങളിൽ അർഹമായ ആനുകൂല്യം ലഭ്യമാകേണ്ടവരാണ്. അവർക്ക് ആനുകൂല്യം ലഭ്യമാണ്. അവരത്രയ്ക്ക് ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് ഇത് അർഹരാണ് എന്ന കാര്യം ആരോഗ്യമന്ത്രി സർക്കാരൊക്കെ മുൻകൂർ ഘട്ടങ്ങളിൽ പറഞ്ഞു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി തരുന്ന വിഷയം കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ അംഗീകരിക്കണമെന്ന കാര്യം വിവാദമാകുമെന്ന് സർക്കാർ അപ്പോൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നിങ്ങളത് അവകാശവാദമെന്ന് സർക്കാർ അത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. അങ്ങനെയല്ല, സർക്കാർ പറഞ്ഞത്, ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. അത് കൂട്ടിച്ചേർക്കേണ്ടതായിരുന്നു. ഇല്ല, അത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. ചേർത്ത് പിടിക്കുന്നു എന്ന്
പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. മനുഷ്യർക്ക് ജീവിക്കാൻ പണിയെടുക്കുന്നത് അത് ഏത് പേരിൽ പണിയെടുത്താലും അവർക്ക് ജീവിക്കാൻ ഉതകുന്ന വേതനം നൽകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എത്രയോ പണമാണ് ധാരാളമായി ആവശ്യത്തിനും അനാവശ്യത്തിനും ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതൊരു മനുഷ്യനാണ് ബോധ്യപ്പെടുന്നത്? സർക്കാരിന് ധനപ്രതിസന്ധിയാണ് ആശമാർക്ക് വേതനം, അല്ലെങ്കിൽ ഏത് പണിയെടുക്കുന്നവനും വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ അതിന് തടസ്സമായി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല, ഈ പൊതുസമൂഹത്തിനും ബോധ്യപ്പെടുന്നില്ല ആ പറയുന്ന വാദഗതി. ഇല്ല, അത് പ്രചരണമല്ലല്ലോ. ഇപ്പൊ ഇവിടുന്ന് ആഹ്ലാദ പ്രകടനം നടത്താൻ CIT വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. എല്ലാ ഗ്രൂപ്പുകളിലും അതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഞങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് നീയൊക്കെ അവിടെ എത്ര നാളിരുന്നാലും ഒരു 5 പൈസ പോലും കൂട്ടാൻ പോകുന്നില്ല, 5 പൈസയുടെ സാമ്പത്തിക നേട്ടം ഉണ്ടായിക്കൊണ്ട് നിനക്കൊക്കെ അവിടെ എഴുന്നേറ്റ് പോകാൻ കഴിയില്ല എന്ന് എത്ര മോശമായ ഭാഷയിലാണ് ഇവരെല്ലാവരും, സംസ്ഥാന നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെ മുതൽ പ്രാദേശിക നേതാക്കന്മാർ വരെ നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മുടെ ആശമാരെ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ആ ആളുകളാണ് ഇപ്പോ ഈ സമരത്തിന്റെ ഫലമായി അതിന്റെ മുന്നിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോ ഈ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് തന്നെ അവര് സ്വയം തീരുമാനിക്കട്ടെ എന്താണ് അവര് പൊതുജനങ്ങളുടെ മുന്നിൽ, സമൂഹത്തിന്റെ മുന്നിൽ അവരെങ്ങനെയാണ് ചിത്രീകരിക്കപ്പെടുന്നത്, അവരെങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ. അത്രയേ ഉള്ളൂ. നമ്മുടെ ബഹുമാന്യനായ ധനകാര്യമന്ത്രി ഇടയ്ക്ക് പറയുകയുണ്ടായി കേരളത്തിൽ ഒരു ധനപ്രതിസന്ധിയുമില്ല. കാരണം ചില ആളുകൾക്ക് വാരിക്കോരി കൊടുത്തത് വലിയ ചർച്ചയായപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അതൊക്കെ പൊതുമണ്ഡലത്തിലുണ്ട്. 53ാമത്തെ ദിവസം, സമരത്തിന്റെ 53ാമത്തെ ദിവസം എളമരം കരീം രാവിലെ പ്രഖ്യാപിച്ചത്, അന്ന് ആരോഗ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന ചർച്ചയുടെ അന്ന് രാവിലെ പറഞ്ഞത്, CITU ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടില്ല, ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പൊതുമണ്ഡലത്തിലുണ്ട്. അപ്പോ ഇന്നിപ്പോ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന ആളുകൾ ആദ്യം ശ്രീ എളമരം കരീമിനെ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അതിന്റെ മറുപടി കൊടുത്തുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോ ആരും എട്ടുകാലും അമ്മൂഞ്ഞാകേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാം, ഇത് കേരളവുമല്ല ലോകം മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്. ഇതിനകത്ത് ക്രെഡിറ്റിന്റെ വിഷയമില്ല. ഇതിനകത്ത് തൊഴിലാളികൾ, പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരവരുടെ ജീവിതം നിലനിർത്തുവാൻ വേണ്ടി ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും പരിഹസിച്ചും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകൾക്കുള്ളൊരു മറുപടിയാണ്. അത് ആര് ക്രെഡിറ്റ് എടുക്കാൻ വന്നാലും പൊതുസമൂഹത്തിനറിയാം. ഇതൊരു ദിശാസൂചന കൂടിയാണ്. പണിയെടുക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിക്കണമെന്നും ജാതിമത പരിഗണനകൾക്ക് അതീതമായി സംഘടിച്ചാൽ നിങ്ങൾക്ക് ഏത് ഏകാധിപതികളെന്ന് പറയുന്ന ഭരണാധികാരികളെയും നിങ്ങൾക്ക് അവരെ കൊണ്ട് ജനാനുകൂലമായി തീരുമാനം എടുപ്പിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിക്കാനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണിത്. കാരണം KSRTCയുടെ പെൻഷൻകാർ അപ്പുറത്ത് സമരം ചെയ്യുന്നു. 1200 രൂപയാണ് പലർക്കും പെൻഷൻ. വിവിധ മേഖലയിലുള്ള ആളുകൾ അവരുടെ ജീവിത പ്രയാസങ്ങളുടെ മേൽ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ സമരവും, ഈ സമരത്തിന്റെ ഇപ്പോഴുള്ള എത്തിയിരിക്കുന്ന സാഹചര്യം. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ആത്മാർത്ഥമായും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ നാളെ പിരിഞ്ഞ് ജില്ലകളിലേക്ക് പോകുന്നതും അതേ അഭിമാനത്തോടുകൂടി തന്നെയാണ്. അല്ല, 265 ദിവസം സമരം ചെയ്തതും 1000 രൂപയ്ക്ക് വേണ്ടിയല്ല. 21,000 രൂപ എന്ന് പറയുന്നത് മിനിമം കൂലി, അത് പട്ടിണിക്കൂലിയാണ്. അത് LDF സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചതാണ്. ഇവിടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം കൂലിയാണ്. അത് നേടിയെടുക്കുന്നത് വരെ സമരവുമായി പോകും. പക്ഷേ ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ 5 പൈസ വർദ്ധിപ്പിച്ച് തരില്ല, കേന്ദ്ര ഗവൺമെന്റാണ് തരേണ്ടുന്നത് എന്ന് ആവർത്തിച്ച് നമ്മുടെ CM അടക്കം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർ 1000 രൂപ പ്രഖ്യാപിച്ചത് തീർച്ചയായും ഈ സമരത്തിന് മുന്നിൽ അവർക്ക് ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡാണ് ശരിയെന്ന് അംഗീകരിക്കേണ്ടി വന്നതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇൻസെന്റീവ് വർധനവും വിരമിക്കൽ ആനുകൂല്യ പ്രഖ്യാപനവും ഇന്ത്യയിലെ 10 ലക്ഷത്തോളം സ്ത്രീകളുടെ ജീവിതത്തിൽ അവർക്ക് സഹായകമാകാൻ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വളരെ വലിയൊരു അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ സമരരൂപം ഇവിടെ നാളെ അവസാനിപ്പിക്കുന്നത്. ഞങ്ങളെ ഈ സമര പന്തലിൽ വന്ന് ഞങ്ങളെ പിന്തുണച്ച മുഴുവൻ ആളുകളും, അത് കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, സാധാരണ മനുഷ്യരുണ്ട്, സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുണ്ട്,
എല്ലാ മനുഷ്യരും ഉണ്ട്. ഇതുവഴി ഓട്ടോ ഓടിച്ചു പോകുന്ന എല്ലാ മനുഷ്യരും എല്ലാ ദിവസവും വന്ന് ഞങ്ങളോട് ഈ സമരത്തിന്റെ പോക്കിനെ കുറിച്ചും പിന്തുണ അറിയിച്ചു. CITU-കാരാണ് അതിൽ വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ. ആ മനുഷ്യരെ എല്ലാവരെയും ഞങ്ങൾ നാളെ ഇങ്ങോട്ട് ക്ഷണിക്കണം. അതിനകത്ത് ഞങ്ങൾക്ക് കക്ഷിഭേദമില്ല. ഈ സമരത്തിന്റെ ന്യായയുക്തത കണ്ട് ഞങ്ങളെ പിന്തുണച്ചത് കക്ഷിഭേദമില്ലാതെയാണ്. ഏറ്റവും ഉയർന്ന ഒരു രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരത്തെ പിന്തുണച്ചത്. ഞങ്ങളും അതിനെ അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത്. എന്തായാലും മാധ്യമങ്ങൾക്ക് ഞങ്ങളെ എപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നതാണ്. ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്, ഈ സാധു സ്ത്രീകൾ തുടങ്ങിയ, ഏറ്റവും നിസ്വരായ സ്ത്രീകൾ തുടങ്ങിയ ഈ സമരത്തെ ലോകത്തിനു മുന്നിൽ ഈ സമരത്തിന്റെ വ്യത്യസ്തത കൊണ്ട് എത്തിച്ചുകൊണ്ട് ഈ സമരത്തോടൊപ്പം ലോകത്തെ മനുഷ്യസ്നേഹികളായ മുഴുവൻ ആളുകളും നിൽക്കണം. ആശാപ്രവർത്തകരാണ് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 265-ാം ദിവസം പിന്നിടുന്ന രാപ്പകൽ സമരം ആശാവർക്കർമാർ അവസാനിപ്പിക്കുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിച്ചത് സമരവിജയമെന്നാണ് ഇപ്പോൾ ആശാവർക്കർമാർ പറയുന്നത്. നാളെ ഈ സമരം 266-ാം ദിവസം സമരം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നുള്ള വിവരമാണിപ്പോൾ ലഭ്യമാകുന്നത്. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, പിന്നിട്ടത് 265 ദിവസമാണ്. വെറുതെ അങ്ങ് കടന്നുപോയതല്ല. കാലാവസ്ഥ മാറി, മഴയും കാറ്റും വെയിലും കൊണ്ടു. ഒരു ടാർപോളിൻ പോലും വലിച്ചു കെട്ടാൻ അനുവദിക്കാത്ത ഭരണകൂട തിട്ടൂരം നമ്മൾ കണ്ടു. പോലീസ് അതിന് കുടപിടിക്കുന്നത് കണ്ടു. ഇപ്പോഴിതാ സമരവിജയം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സംസാരിച്ച ഓരോ ആശമാരുടെ മുഖത്ത് ചിരിയുണ്ട്, പുഞ്ചിരിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നുമില്ലാത്തൊരു സന്തോഷം നമ്മൾ കണ്ടു. എന്തായാലും സമരം അത് അവസാനിപ്പിക്കുന്നു, അല്ലേ? സമാനതകളില്ലാത്ത സമരം തന്നെയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശമാർ നടത്തിയത്. ആദ്യഘട്ടം മുതൽ അതിനെ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. വലിയ പ്രതിസന്ധികൾ സമര രംഗത്തുണ്ടായി. പക്ഷേ അത് വിജയം കണ്ട് അവസാനിപ്പിക്കുന്നു. അവർ 21,000 രൂപ കിട്ടും വരെ സമരമെന്നൊരു ഒരു അവകാശവാദമാണ് ആദ്യം ഉന്നയിച്ചെങ്കിൽ പോലും അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും 1000 രൂപയെങ്കിലും കൂട്ടി നൽകാൻ സർക്കാർ നിർബന്ധിതമായെന്നത് വസ്തുതയാണ്. 265 ദിവസമാകുമ്പോൾ അവർ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ രാപകൽ സമരം അവസാനിപ്പിക്കുന്നുവെന്ന പ്രഖ്യാപനം നടത്തുന്നു. ഇനി സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്കോ സെൻട്രൽ തലത്തിലോ എങ്ങനെയാണോ ഓരോ സ്ഥലത്തും ഉള്ള തീരുമാനം, അതിനനുസരിച്ച് സമരം മാറുമെന്നാണ് ഇപ്പോൾ അവരുടെ പ്രഖ്യാപനം. CITU ആണ് ആദ്യഘട്ടം മുതൽ ഇതിനെതിരെ രംഗത്ത് വന്നത്. CITU-ന്റെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ സമരക്കാർക്ക് രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയെ കാണാൻ അവർ ശ്രമിച്ചു, നടന്നില്ല. ആരോഗ്യമന്ത്രിയെ കാണാൻ പലതവണ ശ്രമിച്ചപ്പോൾ അവർക്ക് ഒരു പരിഹാരമുണ്ടായില്ല. ഏതായാലും ഇപ്പോൾ ഈ സമരം അവസാനിക്കുമ്പോൾ ഈ ആശമാർ അവരുടെ വിജയമായി തന്നെ അത് കാണുകയാണ്. മുഴുവൻ സമരത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യത്തിലില്ല എന്നാണ് ഉത്തരവെങ്കിൽ പോലും ഒരു പരിധിവരെ അവർക്ക് ഈ സമരം വിജയമായെന്ന് തന്നെ പറയാം. സമരസമിതി നേതാവ് മിനി അടക്കമുള്ളവർ ഇവിടെയുണ്ട്. സ്വാഭാവികമായും നിങ്ങൾ വരുമ്പോൾ പറഞ്ഞത് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരരംഗത്തുണ്ടാകും. പൂർണ്ണമായും അത് പാലിക്കപ്പെട്ടെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം 1000 രൂപയെങ്കിലും കൂട്ടാൻ സർക്കാർ നിർബന്ധമാകുമായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളിവിടെ വരുമ്പോൾ പ്രഖ്യാപിച്ചിരുന്നത് ഡിമാൻഡുകൾ നേടിയെടുത്ത് പിരിഞ്ഞു പോകുള്ളതാണ്. ഇപ്പോൾ 265 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള വർധനവും നടത്തില്ലെന്നും നിങ്ങൾ കേന്ദ്രത്തോടാണ് സമരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചവർക്കും പരിഹസിച്ചവർക്കുള്ളൊരു മറുപടിയാണ് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ആ പ്രഖ്യാപനവും. ഇത് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട സംസ്ഥാന സർക്കാർ തന്നെയാണെന്നും എന്നാൽ ഒരു കേവലം 1000 രൂപ നൽകുന്നുവെന്ന് പറഞ്ഞു. പക്ഷെ 266 ദിവസത്തിലേക്ക് പോകുന്ന ഈ സമരം, ഈ സ്ത്രീകൾ ഇനിയും നമുക്ക് ഇവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് സമരം ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഒരു വർധനവ് വരുത്തിയിട്ടുണ്ട്. അത് 1500 രൂപ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു. അത് 50,000 രൂപ വിരമിക്കൽ ആനുകൂല്യം കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. ഇത് ഈ സമരത്തിന്റെ വിജയമാണ്. ഞങ്ങളോട് കേന്ദ്രത്തിലോട് പോകണമെന്ന് പറഞ്ഞ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ തലസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് കേന്ദ്രത്തെ കൊണ്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി നേട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. 62 വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിച്ചു. 7000 രൂപയുടെ ഓണറേറിയത്തിന് മാനദണ്ഡങ്ങളുണ്ടായിരുന്നു, അത് പിൻവലിപ്പിച്ചു. 1000 രൂപ ഏപ്രിൽ മാസം മുതൽ അഡീഷണലായി ഞങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഇങ്ങനെ തുടങ്ങി നിരവധി നേട്ടങ്ങൾ. ഒപ്പം തന്നെ ആശാവർക്കർമാരുടെ ജോലിയെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ലായിരുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ സർക്കുലർ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പുതിയ സർക്കുലർ ഇറക്കിക്കുവാനും പ്രതിമാസ വേതനം എന്നതിലേക്ക് കൊണ്ടെത്തിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ 18 വർഷമായി ഇല്ലാതിരുന്ന കാര്യങ്ങളാണ്. അത് ഫെബ്രുവരി 10-ാം തീയതി ഇവിടെ സമരമുഖത്ത് വന്നതിന് ശേഷം ഞങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന അവശേഷിച്ച ഡിമാൻഡുകൾ ഓണറേറിയം വർധനവായിരുന്നു.
ആ ഓണറേറിയം വർധനവ് ഈ ഗവൺമെന്റിനെ കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഞങ്ങളെ പരിഹസിച്ച ആളുകളെ കൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കേണ്ടത്. ഇതുകൊണ്ട് പ്രകടന പത്രികയിൽ തന്നെ ആശമാർക്കൊക്കെ വേതന വർധന ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇപ്പോൾ ഇത് പറയുന്നത്. ആ പ്രകടന പത്രിക വാഗ്ദാനത്തിന്റെ തുടർച്ചയാണ്. ഒരിക്കലുമല്ല. പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്നത് 21,000 രൂപയാക്കുമെന്നാണ്. അവർ പ്രകടന പത്രികയിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുകയാണ്, വളരെ പിന്നോക്കം പോയിരിക്കുകയാണ്. 2021 പ്രകടന പത്രികയിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 21,000 രൂപ നൽകുമെന്നാണ്. അപ്പൊ 4 വർഷം കഴിഞ്ഞിട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് ഗവൺമെന്റ് മറുപടി പറയണം. ഈ ഗവൺമെന്റ് ജനങ്ങളോട് മറുപടി പറയണം, ആശമാരോട് മാപ്പ് പറയണം. 21,000 രൂപ തരുമെന്ന് പറഞ്ഞ് നിങ്ങളടുത്ത് ഞങ്ങൾ വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ തുറന്നു പറയണം. അതാണ് പറയുന്നത്. ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. പുറത്തുനിന്ന് ഫണ്ടിംഗ് ഉണ്ട്, പ്രതിപക്ഷം അടക്കം ഫണ്ടിംഗ് നടത്തുന്ന ആരോപണമൊക്കെ ഈ ഇടത് കേന്ദ്രങ്ങളിൽ, സൈബർ ഇടങ്ങളിലാകട്ടെ നേതാക്കളാകട്ടെ അത്തരം പ്രചരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിനുള്ള മറുപടി എന്താണ്? ആ പ്രചരണങ്ങൾ ഞങ്ങൾ തള്ളിക്കളയാണ്. കാരണം മാധ്യമങ്ങളുടെ പൊതുസമൂഹത്തിന്റെ മുന്നിലാണ് ഈ സമരം നടക്കുന്നത്. രാത്രിയും പകൽ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ആരാണ് ഫണ്ട് കൊണ്ടുതരുന്നത്? ഇതുവഴി പോകുന്ന സാധാരണ മനുഷ്യരാണ് കൊണ്ടുതരുന്നത്. ആ ഫണ്ട് വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്തത്. ഞങ്ങൾ കാസർഗോഡ് നിന്ന് സമരയാത്ര ആരംഭിച്ചു. അത് പണസമാഹരണത്തിനുള്ള യാത്രയല്ല, അത് പണം ചെലവഴിച്ചുകൊണ്ടുള്ള യാത്രയാണ് നടത്തിയത്. ഈ പണം മുഴുവൻ ഞങ്ങൾ ഈ സമരം നടത്തുവാനുള്ള മുഴുവൻ തുകയും ആശമാരും പൊതുസമൂഹം നല്ല മനുഷ്യരും ഞങ്ങളെ സഹായിച്ചതാണ്. അതിന്റെ കണക്കുകളൊക്കെ ഉണ്ട്, അവർക്ക് പരിശോധിക്കാം. വളരെ സുതാര്യമായ രീതിയിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും വന്ന് പരിശോധിക്കാം. അതിനൊക്കെ ഞങ്ങൾ തള്ളിക്കളയണം. അത് അവരുടെ അഭിപ്രായം പറയുന്നത്, അവരുടെ ശീലങ്ങൾ പറയുന്നതാണ്. എന്നാലും ഞങ്ങളെ സംബന്ധിച്ചതല്ല. 233 രൂപ വേതനം പറ്റുന്ന ആശമാർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ ആരായിരിക്കുന്നത്? അതുകൂടെ അവർ പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെന്റിന്റെ പ്രതിസന്ധി ഉണ്ടല്ലോ, ചോദിക്കട്ടെ. അല്ല, സ്വാഭാവികമായും സർക്കാരിനെതിരെ സ്ത്രീകൾ, കാരണം അത്രയധികം ജനങ്ങളുടെ വികാരം നിങ്ങൾക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ ഒരു ജനവികാരം സർക്കാരിനെതിരും സ്വാഭാവികമാകും. അതിനുവേണ്ടിയിട്ടൊരു മോട്ടിവേറ്റഡ് സമരം പ്രതിപക്ഷത്തിന്റെ കൂടി പിന്നെ അവർക്കാണല്ലോ ഇത് ആവശ്യം, സ്വാഭാവികമായിട്ട്. അല്ലെങ്കിൽ BJPക്കാകാം. അത്തരമൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരം എന്ന ആരോപണമാണ് ആദ്യം മുതൽ ഉന്നയിക്കപ്പെടുന്നത്. അതൊക്കെ ജനം എന്നെ തള്ളിക്കളഞ്ഞു. നിങ്ങളെ ട്യൂളാക്കുകയായിരുന്നു. അതാണൊരു ഞങ്ങളെ ടൂളാക്കാൻ പറ്റില്ല. 233 രൂപ വാങ്ങുന്ന ആശാവർക്കർമാരെ ആർക്കാണ് ടൂളാക്കാൻ പറ്റുന്നത്? അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ 18 വർഷം കൊണ്ട് ഇവരുടെ നില എത്രയോ മെച്ചപ്പെടുമായിരുന്നു. അപ്പൊ ആരാലും പരിഗണിക്കപ്പെടാതെ ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ആളുകളാണ്. കാരണം ഈ പാർട്ടികൾക്കൊന്നും ഇവരെ കൊണ്ട് സാമ്പത്തികമായി നേട്ടമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരവരെ ഉപേക്ഷിച്ചത്. അല്ലെങ്കിൽ ഇത്രയും ഗതികെട്ട അവസ്ഥയിൽ അവർ ജീവിക്കേണ്ടി വരില്ല. ഞങ്ങൾ സമരം തുടങ്ങുമ്പോൾ 4 മാസത്തെ കുടിശ്ശികയാണ്, അതിവർ ഓർക്കണം. അപ്പൊ കുടിശ്ശികയായിരിക്കുന്ന ആളുകളിൽ നിന്നൊന്നും കിട്ടാനില്ല. എന്താണ് അതിന്റെ സ്റ്റാറ്റസ്? എന്താണ് ഇപ്പൊ പ്രതിമാസ വേതനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് 8.5 മാസത്തെ സമരത്തിന്റെ മാത്രം. മുഖ്യമന്ത്രി കുടിശ്ശികയും നൽകുമെന്ന് പ്രഖ്യാപനമുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, ചില കുടിശ്ശികയുണ്ട്. കഴിഞ്ഞ മാസത്തെ വേതനത്തിന്റെ കാര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെയും അതിന്റെ വേതനം കിട്ടിയിട്ടില്ല. മറ്റു ജില്ലകളിൽ ലഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ എപ്പോഴും അതൊരു കുടിശ്ശിക തന്നെയാണ്, ഒരു സാങ്കേതിക പിഴവാണെന്നാണ് കരുതുന്നത്. പക്ഷെ അത് അവർ പരിഹരിക്കാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ജില്ലകളിലും ഈ കുടിശ്ശിക കഴിഞ്ഞു. ഇത് 18 വർഷക്കാലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതൊരു നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. തുച്ഛവേതനം വാങ്ങുന്ന ആളുകൾക്ക് കൃത്യമായി ആ വേതനം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് നമ്മുടെ ഭരണാധികാരികൾക്ക് മനസ്സിലായി. ഈ സമരത്തിലിരുന്നുകൊണ്ട് അവർക്കത് മനസ്സിലായി. അത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഒരു ഉദാഹരണത്തിന് 2018 അന്ന് 2000 രൂപയായിരുന്നു ഓണറേറിയം, 4000 രൂപയെ വർദ്ധിപ്പിക്കുമ്പോഴാണ് CI2 അടക്കമുള്ള ട്രേഡ് യൂണിയൻസ് എന്ന് അതിന് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയത്. ആ മീറ്റിംഗ് കൊണ്ട് ഞങ്ങളെ വിളിച്ച മീറ്റിംഗ് അല്ല, ആ മീറ്റിംഗിന് ശേഷം ഞങ്ങളത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന്. ആ മാനദണ്ഡമാണ് ഈ സമരമുഖത്തിരുന്ന് ഞങ്ങൾ പിൻവലിപ്പിച്ചത്. അപ്പൊ അങ്ങനെ നിരവധി നേട്ടങ്ങളുണ്ട്. അന്തസ്സാർന്ന് ഇതിനേക്കാൾ ഉപരി സ്ത്രീകൾക്ക് അഭിപ്രായമുണ്ട് എന്ന് തെളിയിച്ച സമരമാണ്. സ്ത്രീകളുടെ അഭിപ്രായം, സ്ത്രീകൾക്ക് കാര്യശേഷിയുണ്ട്, സ്ത്രീകൾക്ക് ചിന്താശേഷിയുണ്ട്, ഇതുപോലൊരു സമരം നയിക്കാനുള്ള ശേഷിയുണ്ടെന്ന് കേരളത്തിലെ ആശാവർക്കർമാർ തെളിയിച്ചതാണ്. ഇത് സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. സ്ത്രീകൾ സമരരംഗത്തേക്ക് ഇറങ്ങിയാൽ, അവർ തീരുമാനമെടുത്താൽ അവർക്ക് ഒരുപക്ഷെ ബാഹ്യ പിന്തുണയൊക്കെ ലഭിച്ചു കാണാം. പക്ഷേ ആദ്യഘട്ടത്തിൽ ആശമാർ ഒറ്റയ്ക്കായിരുന്നു. അവർ തന്നെയാണ് സമൂഹത്തിന്റെ വികാരം, സമൂഹ മനസാക്ഷിയുടെ വികാരമൊക്കെ അവർക്ക് അനുകൂലമാക്കി മാറ്റി. അവരുടെ ശക്തമായ നിലപാടുകൾ തന്നെയാണ് പിന്നീട് പിന്തുണയുമായി പലരും. നമുക്കറിയാം, ഈ 220 ദിവസം ഏകദേശം ഇവിടെ ഒരു വീട് പോലെ, അല്ലെങ്കിൽ പല ആളുകൾക്കും ഇവിടെ അവർ ആഹാരം ഇവിടെ പാചകം ചെയ്തു, ഇവിടെ കിടന്നുറങ്ങി, ഇവിടെ തന്നെ അവരുടെ താമസമായി, കുട്ടികൾ ഇവിടെ വന്നുപോയി. പലരുടെയും ജീവിതം ഈ ഒരു സമരപന്തൽ കേന്ദ്രീകരിച്ച് മാറുകയായിരുന്നു. 265 ദിവസം ചെറിയ കാലയളവല്ല. അവരുടെ ലൈബ്രറി കൊണ്ടുവന്നു, ഇവിടെ പുസ്തകങ്ങൾ വായിക്കാനായി അവർ ലൈബ്രറി ആക്കി മാറ്റി. അങ്ങനെ എല്ലാം കൊണ്ടും അവർ ഇവിടെ ഒരു
ഒരു വീട്ടിലെങ്ങനെ ജീവിക്കുന്നു ആ രീതിയിലേക്ക് ഒരു പറ്റം ആളുകൾ ഈ രീതിയിലൂടെ വരുമ്പോൾ അവർ ആ രീതിയിൽ സമര രൂപം മാറ്റി. നമുക്കറിയാം, ഇവിടെ പുസ്തകങ്ങളൊക്കെ കാണാം. ഈ ആശാ വർക്കർമാർക്ക് ഇതിനകം നിരവധി ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. ലൈബ്രറി പോലെ അവർ ഇവിടെ, കാരണം ഒരു രാവകൽ എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും ഇവരിൽ പലരും ഇവിടെ തന്നെ ചെലവഴിച്ചതാണ്. ജീവിതം തുന്നിച്ചേർക്കാൻ അവർ ഇവിടെ തയ്യൽ മെഷീൻ കൊണ്ടുവന്നു. തയ്യൽ തൊഴിൽ അറിയുന്നവരുണ്ട്. അത്തരത്തിൽ അവരുടെ ജീവിതം തന്നെ ഇവിടേക്ക് പറിച്ചു മാറ്റപ്പെടുകയായിരുന്നു 265 ദിവസം. അതിനൊടുവിലാണ് അവർ ഈ സർക്കാരിന്റെ 1000 രൂപ വേതന വർധനയെന്ന പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ട് സമരം വിജയമായി എന്നവർ പറയുന്നത്. ഈ 1000 രൂപയ്ക്ക് അപ്പുറത്തേക്ക് നിരവധി വിജയ കാരണങ്ങൾ നേരത്തെ നമ്മുടെ എന്തുകൊണ്ട് വിജയമെന്ന് പറയാൻ ഉള്ള കാരണങ്ങൾ ഈ സമരസമിതി നേതാവ് മിനി തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആശമാർ ഇപ്പോൾ സന്തോഷത്തിലാണ്. അവർ ഈ അവരുടെ 21,000 രൂപയെന്ന ആവശ്യത്തിലേക്ക് ഇനിയും സമരം ചെയ്യും. അത് സെക്രട്ടറിക്ക് എതിരേച്ചാകില്ല, പക്ഷേ സമരം തുടരും. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും രാപ്പകൽ സമരം അത് അവസാനിപ്പിക്കുകയാണ്. നിലമ്പൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത് PV അൻവറും തൃണമൂൽ കോൺഗ്രസുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പമാകുമെന്ന് അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിലമ്പൂരിൽ ഇപ്പോഴും അൻവറും തൃണമൂലും UDF-ന്റെ കണക്കിൽ വന്നിട്ടില്ല. ഒപ്പം കൂട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും നഗരസഭ ആര് ഭരിക്കണമെന്നും നിശ്ചയിക്കും എന്നുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അവകാശവാദം. മറുവശത്ത് 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഭരണ തുടർച്ച നൽകുമെന്ന പ്രതീക്ഷയിലാണ് LDF. 2020-ൽ 33-ൽ 23 സീറ്റ് നേടിയാണ് LDF നിലമ്പൂർ നഗരസഭാ ഭരണം പിടിച്ചത്. കോൺഗ്രസ് 9 ജയിച്ചപ്പോൾ BJP 1 സീറ്റ് നേടി. മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമില്ലാത്ത മലപ്പുറത്തെ ഏക നഗരസഭയായി നിലമ്പൂർ മാറി. 5 വർഷത്തിനിപ്പുറം സാഹചര്യങ്ങൾ ഏറെ വ്യത്യസ്തമാണ്. അന്ന് LDF-ന്റെ മുൻനിര പോരാളിയായിരുന്ന PV അൻവർ ഇന്ന് പോരാടുന്നത് പിണറായിത്തിനെതിരാണ്. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിലെ എല്ലാ വാർഡുകളിലും UDF ആയിരുന്നു ലീഡ് ചെയ്തത്. സാഹചര്യങ്ങൾ മാറിയെന്നും ഇത്തവണ ഭരണം പിടിച്ചെടുക്കാമെന്നും കോൺഗ്രസും മുസ്ലിം ലീഗും ഉറപ്പു പറയുന്നു. ഇവിടെ ചോദ്യം PV അൻവറിന്റെ പിന്തുണയെക്കുറിച്ച് മാത്രം. UDF-നൊപ്പമെന്ന് അൻവർ പറയുന്നുണ്ടെങ്കിലും നഗരസഭയിൽ 3 സ്ഥാനാർത്ഥികളെ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അൻവർ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രതീക്ഷ. നിലമ്പൂരിൽ ഈ വളരെ ഭൂരിപക്ഷം, അതായത് എല്ലാ വാർഡുകളിലും UDF-ന് തന്നെ കൃത്യമായ നല്ല ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. അത് PV അൻവർ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും. അത് എന്തായാലും അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ അദ്ദേഹത്തെ ഇത്രമാത്രം എതിർത്ത് പോന്നിട്ടുള്ള ഒരു സ്ഥിതി എന്ന നിലക്ക് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സംഭവം എന്തായാലും ഉണ്ടാവില്ല. അത് അദ്ദേഹത്തിൻ്റെ മനസ്സെനിക്ക് തോന്നുന്നത് UDF-ന്റെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. TMCയെ ഒപ്പം കൂട്ടുന്നതൊക്കെ നമ്മുടെ മേൽഘടകം എന്താണോ പറയണത് അതാണ് നമ്മൾ അംഗീകരിക്കുക. നമുക്കിപ്പോൾ ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ല. തീരുമാനം വന്നാൽ മേൽഘടകം എന്ത് തീരുമാനം പറയുന്നോ അത് അംഗീകരിക്കും. എന്നാൽ ഇതുവരെ ഒരു ഉറപ്പും കിട്ടാത്തതാണ് തൃണമൂൽ കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നത്. UDF സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഉടൻ ധാരണയാക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. ഒന്നുകിൽ ഭരണം നേടും, അല്ലെങ്കിൽ ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കും. ഇതിനുള്ള കരുത്ത് നിലമ്പൂർ നഗരസഭാ പരിധിയിലുണ്ടെന്ന് തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെടുന്നു. അത് സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് നമ്മളെ പാർട്ടി അണികളും പ്രവർത്തകരും സജ്ജമായിക്കൊണ്ട് തന്നെ എല്ലാ വാർഡുകളിലും പ്രവർത്തനവും വാർഡ് കമ്മിറ്റി കൂടുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ 18 വാർഡിൽ നമ്മൾ ഏകദേശം സ്ഥാനാർത്ഥികളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൊത്തം പ്രഖ്യാപിച്ചില്ല എന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നോക്കണ്ട. ഇനിയിപ്പം PV അൻവറിനായതുകൊണ്ട് കിട്ടിയെന്നില്ല. PV അൻവറിനൊരു വോട്ടും വരും. ഒരു വാർഡ് തെരഞ്ഞെടുപ്പ് പറഞ്ഞ വ്യക്തിക്കൊരു വോട്ടും വരും. പാർട്ടി പ്രാധാന്യം കമ്മിയാണ് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, വാർഡ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം. അങ്ങനെ വരുമ്പം വാർഡിൽ തന്നെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നാൽ പോലും 4 സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ളത്. എന്നാൽ PV അൻവറും തൃണമൂൽ കോൺഗ്രസും ഒരു തരത്തിലും വെല്ലുവിളിയാകില്ലെന്നാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. 5 വർഷത്തെ വികസന നേട്ടങ്ങൾ മതി ജനങ്ങൾ വീണ്ടും കൂടെ നിൽക്കാൻ. കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചത് അൻവറിന്റെ സഹായത്തോടെയല്ലേ എന്ന ചോദ്യത്തിന് നഗരസഭാ ചെയർമാന്റെ മറുപടി ഇങ്ങനെ: പല സ്ഥാനാർത്ഥികളും നമുക്കറിയാം, 2 മുന്നണികളെയും തോൽപ്പിച്ചു വന്ന സ്ഥാനാർത്ഥികളില്ല. എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല? TMC എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി, ഒരു രാഷ്ട്രീയ പാർട്ടി ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ എത്ര ആളുണ്ടായിരുന്നു കൂടെ? ആ ആളുകളുടെ നിലവാരം എന്താ? ആ ആളുകളുടെ നിലവാരം കൂടി ജനങ്ങൾ കണക്കുന്നില്ല. അത്തരം ആളുകൾ സ്ഥാനാർത്ഥിയായിട്ട് TMCൻ്റെത് വരും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഒരു തരത്തിലും സ്വാധീനം ചെലുത്തില്ല എന്നാണ് ഈ നിമിഷം വരെ. തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് അവരുടെ പ്രതീക്ഷ. മറ്റുള്ളവരുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകുമ്പോൾ BJPയുടെ വോട്ട് കൃത്യമായി പെട്ടിയിൽ വീഴുമെന്നും അവർ കണക്കുകൂട്ടുന്നു. TMC എന്ന് പറയുമ്പോൾ അത് അസ്വസ്ഥപ്പെടുത്തുക, അത് ദുർബലപ്പെടുത്തുന്നത് ഇടതുപക്ഷത്തെയും UDF-നെയുമാണ്.
അപ്പോൾ ആ ഒരു മുന്നണി നാലാമതൊരു മുന്നണി കൂടി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് BJPയുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളത് ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ TMC നല്ല ഒരു മത്സരം കാഴ്ചവെക്കുന്നതോട് കൂടിയിട്ട് ചതുഷ്കോണ മത്സരത്തിലേക്ക് മുനിസിപ്പാലിറ്റി മാറുകയും അതിൻ്റെ ആനുകൂല്യം BJPക്ക് നേട്ടമായിട്ട് മാറുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കപ്പുറം എത്തി നിൽക്കെ മലബാറിലെ പല മണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്താൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന PV അൻവറിനെ UDF ഉൾക്കൊള്ളുമോ അതോ ഒപ്പം നിർത്തുമോ എന്നതാണ് അറിയേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ലിറ്റ്മസ് ടെസ്റ്റാകും. നിലമ്പൂരിൽ നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. CV അനുമോദ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഈ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ LDFന്റെ മുന്നണി പോരാളിയായിരുന്നു PV അൻവർ. ഇപ്പോൾ പക്ഷേ പിണറായി സത്തിനെതിരെ പോരാടുന്ന അൻവറിനെയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനമായി ഒറ്റയ്ക്ക് മത്സരിക്കും, ഒന്നുകിൽ ഭരണം നേടും, അല്ലെങ്കിൽ ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കും. ഇതാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത്. അതിനുള്ള കരുത്തുണ്ടോ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസിന്? അനുമോദം. ഭവ്യ, നമുക്കറിയാം PV അൻവറിന്റെ ഏറ്റവും സ്വാധീനമുള്ള മേഖലകളിൽ ഒന്നാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. അദ്ദേഹം 8 വർഷം MLA ആയ സ്ഥലം. സ്വാഭാവികമായിട്ടും നിലമ്പൂർ നഗരസഭയിലും അതുപോലെ നിലമ്പൂരിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്തുകളിലും അദ്ദേഹത്തിന് കാര്യമായ സ്വാധീനമുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് വഴിക്കടവ്, എടക്കര തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം അവിടെയാണ് ഏറ്റവും അധികം ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് നേടിയ മേഖലകൾ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപായിട്ട് തനിക്ക് ഈ ഒരു മേഖലയിലുള്ള കരുത്ത് തെളിയിക്കുവാൻ തനിക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട്. ബൈ ഇലക്ഷനിൽ നടന്നതുപോലെയുള്ള ഒരു സാധ്യതയല്ല, താൻ നേരിട്ട് മത്സരിക്കുമ്പോൾ ഉള്ളതുപോലെയല്ല, തൻ്റെ കക്ഷിക്കും തൻ്റെ പാർട്ടിക്കും ഇവിടെ ജനപിന്തുണയുണ്ട് എന്ന് തെളിയിക്കുവാൻ PV അൻവറിന് ലഭിക്കുന്ന ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. സ്വാഭാവികമായിട്ടും നിലമ്പൂരിലെ നഗരസഭ ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള കഴിവുണ്ട് അവർക്ക് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 36 വാർഡുകളാണ് ഇത്തവണ പുനർവിഭജനത്തിന് ശേഷം നിലമ്പൂരിലുള്ളത്. കഴിഞ്ഞ തവണ 23 സീറ്റുകൾ നേടിയ ഇടതുപക്ഷം അധികാരത്തിലേറിയപ്പോൾ UDF കഴിഞ്ഞ തവണ ദുർബലമായിരുന്നു. അവർക്കാകെ 9 സീറ്റാണ് കിട്ടിയത്. BJPക്ക് ഒരു സീറ്റ് കിട്ടി, മുസ്ലിം ലീഗിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. അപ്പോൾ ഇത്തവണ സാഹചര്യങ്ങൾ വേറെ മാറിയിട്ടുണ്ട് എന്ന് UDF തന്നെ അവകാശപ്പെടുന്നു. അവർക്ക് തുടർച്ചയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നേടിയ മേൽക്കൈ അവർ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, മുൻപത്തെ അപേക്ഷിച്ച് UDF ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ കൂടി ഒരു സഹകരണം ഉണ്ടെങ്കിൽ മികച്ച രൂപത്തിൽ തന്നെ അവിടെ തൂത്തുവാരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെയാണ് അൻവറിൻ്റെ കണക്കൂട്ടൽ. അൻവർ പറയുന്നത്, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പറയുന്നത്, ആര് ഭരണത്തിലേറണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. കാരണം പല വാർഡുകളിലും നേരിയ വ്യത്യാസത്തിനായിരിക്കും ഒരു ചതുഷ്കോണ മത്സരം വന്നു കഴിഞ്ഞാൽ വിജയികളെ നിശ്ചയിക്കുക. അപ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസ് നേടുന്ന വോട്ടുകൾ അത് കൃത്യമായിട്ടും ആരെ ജയിപ്പിക്കണം, ആരെ തോൽപ്പിക്കണമെന്ന് നിശ്ചയിക്കുന്ന സാഹചര്യം തീർക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സമ്മർദ്ദം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നഗരസഭയിൽ ഉണ്ടാവുകയാണ്. UDFന് ഒപ്പം നിന്നാൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഒപ്പം നിന്നാൽ UDFന് വിജയം സുനിശ്ചിതമാണെന്ന്, അതല്ലെങ്കിൽ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് നിശ്ചയിക്കുന്ന സാഹചര്യത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് മാറുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ സമ്മർദ്ദത്തിലേക്കാണ് നയിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനെതിരെ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി വിമർശനമൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് കാണുന്നത്. UDFന്റെ അടുത്ത 2-ാം തീയതി UDFന്റെ യോഗം ചേരുന്നുണ്ട്. അതിലൊക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ വരും എന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ അതിന് മുന്നായിട്ട് തനിക്കൊപ്പം നിൽക്കുന്നവർക്ക് ഒരു ആത്മവിശ്വാസം നൽകാൻ, താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന ഒരു സന്ദേശം നൽകുവാനാണ് അദ്ദേഹം സ്ഥാനാർത്ഥികളെ പലയിടത്തും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് UDFന്റെ ചർച്ച കഴിഞ്ഞ് ഒരു ധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ പിൻവലിക്കാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അൻവർ അത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളത്. അതാണ് അനുമോദ, ഈ മലബാർ രാഷ്ട്രീയത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട്, വ്യക്തമായ പങ്ക് തനിക്ക് വഹിക്കാനുണ്ട് എന്ന് അവകാശപ്പെടുന്ന അൻവർ ഏതെങ്കിലും തരത്തിൽ ഇടതുമുന്നണിക്ക് ഒരു വെല്ലുവിളിയാകുമോ അവിടെ? ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഭവ്യ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോഴുള്ള സാഹചര്യം. 2, അൻവർ ഒരു പാർട്ടിയായിട്ട് മത്സരിക്കുമ്പോഴുള്ള സാഹചര്യം. അപ്പോൾ ഇവിടെ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ നേടിയ വോട്ടുകൾ അടിസ്ഥാനമാക്കി നമുക്ക് അത് വിലയിരുത്താൻ കഴിയുകയില്ല. മറിച്ച് അദ്ദേഹം ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് അദ്ദേഹം നിർത്തുന്ന സ്ഥാനാർത്ഥികൾ എത്ര വോട്ട് നേടുന്നു എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട. അപ്പോൾ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ സ്വാഭാവികമായിട്ടും അൻവറിനൊപ്പം നിൽക്കുന്നവരിൽ ഭൂരിഭാഗവും ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുന്നവരാണ്.
അതുകൊണ്ട് തന്നെ അൻവർ നേടുന്ന വോട്ടുകൾ ഒരിക്കലും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളാകാൻ സാധ്യത കുറവാണ്. ഒരുപക്ഷെ അൻവർ അവകാശപ്പെടുന്ന പോലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തും തനിക്കൊപ്പം നിൽക്കുന്നവരുണ്ടെന്ന് പറയാമെങ്കിലും അൻവർ നേടുന്ന വോട്ടുകൾ അത് ഇടതുപക്ഷത്തിനെതിരായ വോട്ടുകളാണ്. അത് ക്ഷീണം നൽകുക ഒരുപക്ഷെ UDF-നായിരിക്കും. ഓരോ മേഖലയ്ക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുന്നതിൽ പോലും UDF-നാണ് അൻവർ നേടുന്ന വോട്ടുകൾ അവരുടെ അക്കൗണ്ടിൽ നിന്നാവും കുറയാനുള്ളൊരു സാധ്യത. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തേക്കാൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നതും ഇടതുപക്ഷത്തേക്കാൾ ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സമ്മർദ്ദത്തിലാവുന്നതും അതുകൊണ്ട് തന്നെ UDF-ആണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അൻവർ നേടുന്ന വോട്ടുകൾ അവർക്ക് കിട്ടാത്ത വോട്ടുകൾ തന്നെയാകും എന്ന വിലയിരുത്തലാണ് ഇടതുപക്ഷത്തിനുള്ളത്. പക്ഷേ UDF-നെ സംബന്ധിച്ച് അൻവർ നേടുന്ന വോട്ടുകൾ പക്ഷേ അവരുടെ വോട്ടുകൾ കൂടി ഇടതുപക്ഷത്തിനെതിരായിട്ട് UDF-ന് ലഭിക്കേണ്ട വോട്ടുകൾ അൻവറിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും അനുമോദ് ഇപ്പോൾ അൻവർ ഒപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കോൺഗ്രസും ലീഗും മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ UDF-നൊപ്പം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമായും 3 ഇടത്ത് അൻവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം PMA സലാമൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അതിൽ അതൃപ്തിയുണ്ട്. അപ്പോൾ എന്ത് തീരുമാനത്തിലേക്ക് UDF എത്തും, ഒപ്പം നിർത്തുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? തീർച്ചയായും അതുതന്നെയാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. കാരണം മുന്നണിക്കൊപ്പം UDF-നൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിട്ടും അൻവർ എന്തുകൊണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തുന്ന ഒരു ചോദ്യമാണ് അവിടെ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് അൻവറിൻ്റെ സമ്മർദ്ദതന്ത്രമായിട്ട് വേണം കാണുവാൻ. കാരണം പല പഞ്ചായത്തുകളിലും UDF-ന്റെ സീറ്റ് വിഭജനം ഏകദേശം ധാരണയാകുന്ന ഘട്ടത്തിലാണ് അൻവർ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു കണക്കിൽ അത് ഈ ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ പിൻവലിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അൻവറിന് തനിക്കൊപ്പം നിൽക്കുന്നവരെ കൂടെ നിർത്തണമെങ്കിൽ തനിക്ക് ആൾ വേണമെങ്കിൽ അൻവർ ഈ പോരാട്ടത്തിൽ സജീവമാണെന്ന സന്ദേശം അവരിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ഈ ഫൈറ്റിലുണ്ട്, താൻ ഈ പോരാട്ടത്തിലുണ്ട് എന്ന ഒരു സന്ദേശം അൻവർ നൽകാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അൻവറിൻ്റെ ഒരു സമ്മർദ്ദമായിട്ടും UDF കാണുന്നത്. അവിടെ 2 തരത്തിൽ ഈ വിഷയത്തെ പരിഹരിക്കാൻ കഴിയും. ഒന്ന്, അൻവറുമായി ചർച്ച നടത്തി UDF-ന്റെ നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ചർച്ച നടത്തി ഒരു ധാരണയിലേക്ക് എത്തുക. രണ്ടാമതായിട്ട് ഓരോ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ ഘടകങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുക. പക്ഷേ ഇവിടെയൊക്കെ തന്നെ അൻവറിനെ എവിടെ ഉൾക്കൊള്ളും, എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും UDF-ൽ ധാരണയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അൻവർ ഒപ്പമുണ്ടെന്ന് പറയുമ്പോഴും VD സതീശനെ പോലെയുള്ളവരുടെ എതിർപ്പ് പൂർണ്ണമായി മാറിയതായിട്ട് കാണാൻ കഴിയുകയില്ല. എന്നിരുന്നാൽ പോലും മുൻപുണ്ടായിരുന്ന സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൻവർ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് UDF-നൊപ്പം നിൽക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. എന്തായാലും ഈ വരാൻ ഇരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആകും എന്ന കാര്യത്തിൽ സംശയമില്ല. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചെത്താം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. ഒരു പുതിയ വാർത്ത വരുന്നു. ധർമ്മസ്ഥല കേസിൽ SIT അന്വേഷണത്തിന് തിരിച്ചടി. അന്വേഷണം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഉത്തരവിട്ടു. സൗജന്യ ആക്ഷൻ കമ്മിറ്റി സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. അതേസമയം 2 പതിറ്റാണ്ടുകളായി ധർമ്മസ്ഥലയിൽ നിന്നും നിരവധി ആളുകളെ കാണാതായ കേസുകളിൽ അന്വേഷണം തുടരാനും കോടതി ഉത്തരവ്. KV ബൈജു വിവരങ്ങളുമായി ചേർന്നു. ബൈജു, വിശദാംശങ്ങൾ. ഭവ്യ, ഈ SIT അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ SIT രൂപീകരിച്ചത് തന്നെ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ദുരൂഹ മരണങ്ങൾ, അതുപോലെ തന്നെ ആളുകളെ കാണാതായ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കാനാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പരാതിക്കാരായ സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് നേരെയായിരുന്നു വലിയ തോതിലുള്ള അന്വേഷണം നടന്നത്. പ്രത്യേകിച്ച് നിരന്തരം ഇവരെ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആ ഒരു ഘട്ടത്തിലാണ് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ, അതായത് ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരെ നിരന്തരം ഇത്തരത്തിൽ വിളിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇതിൽ തുടർ അന്വേഷണം, അതായത് ഈ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ചും അതുപോലെ തന്നെ കൊലപാതകങ്ങൾ സംബന്ധിച്ചും ഒരു അന്വേഷണം നടത്താനാണ്, അത് തുടർന്ന് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം ധർമ്മസ്ഥലയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്തിമഘട്ടത്തിലെത്തിയതിനൊക്കെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഭവ്യ, ബൈജു, എന്തൊക്കെയാണ് കോടതി നിരീക്ഷണങ്ങൾ? കോടതി എന്താണ് പറയുന്നത്? പ്രധാനമായും കോടതി പറഞ്ഞത് ഈ അന്വേഷണത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് ഈ SITയുടെ അന്വേഷണത്തിൽ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് സ്റ്റേ ചെയ്തുകൊണ്ട് കോടതി ഉത്തരവ് ഇത്തരത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ആക്ഷൻ കമ്മിറ്റി നേതാക്കളായ മഹേഷ് ഷെട്ടി തിമരോടി, അതുപോലെ തന്നെ ഗിരീഷ് മട്ടന്നവർ, വിട്ടൽ ഗൌഡ, ജയന്ത് ടി എന്നിവരെ നിരന്തരം വിളിച്ചു വരുത്തുകയും അനാവശ്യമായി
ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നതെന്നാണ് പ്രധാനമായും ഈ ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചിരുന്നത്. അത് കണക്കിലെടുത്താണ് ജസ്റ്റിസ് മുഹമ്മദ് നവാസ് ഇത്തരത്തിൽ ഈ പ്രവൃത്തി, ഈ SITയുടെ ഈ പ്രവൃത്തി സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ S ബാലനും അതുപോലെ തന്നെ ദീപക് ഗോസലിയുമാണ് ഹാജരായത്. ഇതിൽ ഈ കേസിൽ ആദ്യഘട്ടത്തിൽ BNS 183 പ്രകാരം ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരെ സാക്ഷികളായാണ് വിളിച്ചു വരുത്തിയത്. എന്നാൽ നിലവിൽ ഇവർ കേസിൽ സംശയിക്കപ്പെടുന്നവരാണെന്നാണ് പ്രത്യേക സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ ജഗദീഷ് കോടതിയെ അറിയിച്ചത്. ഏതായാലും ഈ FIRലെ അന്വേഷണമാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ധർമ്മശാലയിൽ നിന്നും ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കാണാതായതും അതുപോലെ തന്നെ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത ആ കേസുകളിൽ തുടരന്വേഷണം വേണം. ധർമ്മശാല പോലീസിലും അതുപോലെ തന്നെ ബെൽത്തങ്ങാടി പോലീസിലും രജിസ്റ്റർ ചെയ്ത കേസിൽ അതിൽ കൃത്യമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇനി വരും ദിവസങ്ങളിൽ SITയുടെ നീക്കം എന്ത് എന്നത് തന്നെയാണ് ധർമ്മശാലയിൽ ഇപ്പോൾ കാത്ത് ഇരിക്കുന്നതും. ഭവ്യ. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകുന്നത്. ജില്ലാ ഭരണകൂടം അനുമതി നൽകിയെങ്കിലും കോഴിക്കോട് താമരശ്ശേരിയിലെ അറവ് മാലിന്യ സംസ്കരണശാലയായ ഫ്രഷ് കട്ട് ഇന്ന് തുറന്ന് പ്രവർത്തിക്കില്ല. സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഉറപ്പ് ഉണ്ടായ ശേഷമേ സംസ്കരണം ആരംഭിക്കൂവെന്ന നിലപാടിലാണ് ഉടമകൾ. അതേസമയം ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേർന്നു. അനീഷ, ഇന്ന് മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്നായിരുന്നു നമുക്ക് ആദ്യം ലഭിച്ച വിവരം. എന്നാൽ അങ്ങനെയല്ല, ഈ സുരക്ഷാ കാര്യങ്ങളിൽ ഉറപ്പ് വേണം എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? എന്നത്തേക്ക് ഫാക്ടറി തുറക്കാനാണ് തീരുമാനം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഇന്നലെ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിസ്ട്രിക്ട് ലെവൽ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഫാക്ടറി വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ഉത്തരവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ നിർദ്ദേശങ്ങളും ഫാക്ടറിക്ക് നൽകിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പ്ലാന്റിന്റെ പ്രതിദിന മാലിന്യ സംസ്കരണം 25 ടണ്ണിൽ നിന്നും 20 ടണ്ണാക്കി കുറയ്ക്കുക എന്നതായിരുന്നു. ഒപ്പം വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണം. ആ സമയത്ത് പൂർണ്ണമായും പ്രവർത്തിക്കാൻ പാടില്ല എന്നിവയും. ഒപ്പം ഈ അറവ് മാലിന്യങ്ങൾ, പഴകിയ മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നത് പൂർണ്ണമായി നിർത്തിവെക്കുക, ഏറ്റവും പുതിയ മാലിന്യങ്ങൾ മാത്രം ഇവിടെ സംസ്കരിക്കുകയും ചെയ്യുക എന്ന കാര്യം നിർദ്ദേശിച്ചിരുന്നു. ഒപ്പം പ്ലാന്റിലേക്ക് മാലിന്യം കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി തന്നെ അധികൃതർക്ക് കൈമാറണം. ഒപ്പം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ഈ മലിനജല സംസ്കരണ പ്ലാന്റ് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നെന്ന് ഉറപ്പുവരുത്തുകയും അത് ആഴ്ചയിൽ ഒരിക്കൽ NITയിൽ പരിശോധന നടത്താൻ നൽകുകയും ചെയ്യണം എന്നിവയടക്കമുള്ള കർശനമായ നിർദ്ദേശങ്ങളാണ് നൽകിയിരുന്നത്. ഇതിനുശേഷം ആണ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന സൂചനകൾ ലഭിച്ചത്. എന്നാൽ കൃത്യമായി സുരക്ഷ ലഭ്യമാക്കാതെ പ്ലാന്റ് വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ ആവില്ല എന്നാണ് ഉടമകൾ പറയുന്നത്. കാരണം നേരത്തെ തന്നെ വലിയ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും അങ്ങേയറ്റം സംഘർഷഭരിതമായൊരു സാഹചര്യം ഉണ്ടായതാണ്. പ്രക്ഷോഭങ്ങൾ നിരന്തരം നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനിയും പ്ലാന്റ് തുറക്കുമ്പോൾ എന്തെങ്കിലും അനിഷ്ടം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം നേരത്തെ പ്രവചിക്കാൻ കഴിയില്ല എന്നാണ് ഉടമകൾ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഡയറക്ടർ ബോർഡ് ഉടമകളുടെ ഒരു യോഗം ഫാക്ടറിയിൽ ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമാവും എന്ന് തുറക്കണം എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് അവർ എത്തുക. മറുവശത്ത് നാട്ടുകാരാവട്ടെ എപ്പോൾ പ്ലാന്റ് തുറന്ന് പ്രവർത്തിച്ചാലും അപ്പോൾ തന്നെ സമരം ആരംഭിക്കും എന്ന ഒരു നിലപാടിലാണ് ഉള്ളത്. സമരസമിതി നേതാക്കൾ പലരും ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. നേരത്തെ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ കേസ് ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സമരസമിതി നേതാക്കൾ പലരും ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിൽ ഒരു സമാന്തര സമരസമിതി വീണ്ടും രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലായിരിക്കും, അതായത് നേരത്തെ നടന്ന അക്രമ സംഭവങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത, സ്ഥലത്തില്ലായിരുന്ന, കേസുകളിലൊന്നും ഉൾപ്പെടാത്ത ആളുകളെ ചേർത്തുള്ള ഒരു പുതിയ ഭരണസമിതി സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ എപ്പോൾ പ്ലാന്റ് തുറക്കുന്നു അപ്പോൾ തന്നെ സമരം ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലുമാണ് ഭവ്യ. അനീഷ്, അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് എവിടെ എത്തി നിൽക്കുന്നു? ഒപ്പം തന്നെ ഇനി എപ്പോൾ ഫാക്ടറി തുറന്നാലും അപ്പോൾ സമരവുമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ പ്രതിഷേധിക്കുമെന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയാണല്ലേ? തീർച്ചയായും ഏതാണ്ട് 10ഓളം ആളുകളെയാണ് ഇതിനകം ഈ കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ആക്കിയിരിക്കുന്നത്. ഒപ്പം ഏതാണ്ട് 300-നടുത്ത് ആളുകളെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പല ആളുകൾക്കുമെതിരെയുള്ള കേസുകൾ അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ്. കാരണം പോലീസുകാരെ ആക്രമിച്ചു, വധശ്രമം, ഫാക്ടറി കത്തിച്ചു, കലാപത്തിന് ആഹ്വാനം, അങ്ങനെ നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസുകൾ അതിന്റെ വഴിയിൽ പോകുന്നു. ഈ അർദ്ധരാത്രിയിലും മറ്റുമൊക്കെ വീടുകളിൽ റെയ്ഡ് നടത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒക്കെ
പോലീസ് ചെയ്യുന്നു എന്ന പരാതി നേരത്തെ തന്നെ നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലും ഇത് സംബന്ധിച്ചൊരു ചർച്ച ഉയർന്നു വന്നിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ അനാവശ്യമായ റെയ്ഡുകളോ അല്ലെങ്കിൽ ഈ പ്രതികളെ തെരഞ്ഞ് സ്ത്രീകളടക്കമുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടിലേക്ക് പോലീസ് പോകരുതെന്ന നിർദ്ദേശം കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാകുമെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം ഗൗരവ സ്വഭാവമുള്ള കുറ്റങ്ങളുണ്ട്. സംസ്ഥാനത്ത് ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടറി കത്തിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം നടത്തുകയും ചെയ്യുമ്പോൾ അതിനെ ഗൗരവം കുറഞ്ഞ് കാണാൻ കഴിയില്ല എന്നൊരു നിലപാട് കളക്ടർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം 3 മുന്നണിയിലെയും പ്രതിനിധികൾ അടങ്ങിയ ഒരു സർവകക്ഷി കമ്മിറ്റിയെ ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി കളക്ടർ നിയോഗിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ കമ്മിറ്റി വരും ദിവസം തന്നെ താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ഫാക്ടറി സന്ദർശിക്കുകയും എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് പരിശോധിക്കുകയും ചെയ്യും. അതിനുശേഷം ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്യും. പക്ഷേ അത്തരത്തിലൊരു കമ്മിറ്റിയെ നിയോഗിച്ച് കമ്മിറ്റി ഒരു കൃത്യമായ പഠനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയ കളക്ടറുടെ തീരുമാനത്തിലും ഈ സമരസമിതി പ്രവർത്തകർക്ക് വിയോജിപ്പുണ്ട്. എന്തായാലും നിലവിൽ സമരം ആരംഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഏത് സമയം ഫാക്ടറി തുറക്കുന്നു ആ സമയം തന്നെ സമരം ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. എന്തായാലും ഇന്ന് നടക്കുന്ന ഈ ഡയറക്ടർ ബോർഡ് യോഗമാണ് നിർണായകമാവുന്നത്. സർക്കാർ നൽകിയ നിർദ്ദേശങ്ങൾ ഡയറക്ടർ ബോർഡ് പരിശോധിക്കും. ഒപ്പം സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാവും. ഒപ്പം ഈ മാലിന്യ സംസ്കരണത്തിന്റെ തോത് കുറയ്ക്കണമോ മറ്റെന്തെങ്കിലും പുതിയ സംവിധാനങ്ങൾ ഫാക്ടറി ഏർപ്പെടുത്തണമോ എന്നടക്കമുള്ള കാര്യങ്ങളിലും ഒരു തീരുമാനം ഉണ്ടായേക്കും. എന്തായാലും ഇന്ന് ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കില്ല. പക്ഷേ തുറന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം ഏത് നിമിഷത്തിലേക്ക് എത്തിയാലും അപ്പോൾ തന്നെ വലിയ സമരവും ഫ്രഷ് കട്ടിന് മുമ്പിൽ തുടങ്ങും. ശരി, എം.എസ്. സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. കരാറില്ലാതെ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടു നൽകി. GCDAക്ക് കായിക വകുപ്പ് നൽകിയ കത്തിന്റെ പകർപ്പ് പുറത്തുവന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ അതെങ്ങനെയാണ്? ഭവ്യ, സ്പോൺസർക്ക് സ്റ്റേഡിയം കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കായിക മന്ത്രി GCDAക്ക് എഴുതിയ കത്തിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. ഇതുവരെയും അതായത് കരാറുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നിലനിൽക്കെ, അത്തരം സംശയങ്ങൾ നിലനിൽക്കെ, ഇത്തരം കാര്യങ്ങളിൽ യാതൊരു വ്യക്തത വരാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഏത് സാഹചര്യത്തിലായിരുന്നു ഈ സ്പോൺസർക്ക് കരാർ നൽകിയിരുന്നത്, അല്ലെ സ്പോൺസറെ സ്റ്റേഡിയം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അതിനുള്ള ഒരു വ്യക്തത വരികയാണ്. ഈ കായിക മന്ത്രി GCDAക്ക് അതായത് കരാർ ഇവരുമായി സ്പോൺസറുമായി കരാർ ഉണ്ടാക്കണമെന്നും അതുപോലെ സ്റ്റേഡിയം സ്പോൺസർക്ക് നിർമ്മാണത്തിനായി കൈമാറണം എന്നും സൂചിപ്പിച്ചുകൊണ്ടുള്ള കത്താണ് പുറത്തായിരിക്കുന്നത്. എന്തായാലും ഇതുവരെ കരാറിന്റെ കാര്യങ്ങൾ അതായത് അതിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും കരാറിന്റെ കാര്യത്തിൽ വ്യക്തതയില്ല, കരാറായിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നതും അങ്ങനെ തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ അതായത് ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായത്, ഏത് സാഹചര്യത്തിലായിരുന്നു സ്പോൺസർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങൾ ലഭിച്ചത്, അതായത് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങൾ സ്പോൺസർക്ക് എങ്ങനെ ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉത്തരമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഈ കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടുകൂടി വ്യക്തമാകുന്നത്. അങ്ങനെയാണ്. എന്തായാലും GCDAക്ക് കായിക മന്ത്രി തന്നെയാണ് നിർദ്ദേശം നൽകിയിരുന്നത്. നിരവധി തവണയായി കോൺഗ്രസ് ആയാലും മറ്റു പ്രതിഷേധങ്ങൾക്കിടയിലും ഒക്കെ നിരവധി തവണയായി ആവശ്യപ്പെടുന്നത് സർക്കാരാണോ അതല്ലെങ്കിൽ കായിക മന്ത്രിയാണോ, അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മുഖ്യമന്ത്രിയാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വേണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സ്റ്റേഡിയം നിർമ്മാണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതല്ലാതെ അതുമായി ബന്ധപ്പെട്ട കരാർ എന്താണ്, അല്ലെങ്കിൽ 70 കോടിയുടെ കരാർ സ്പോൺസർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന്റെ ബ്രേക്കപ്പ് എന്താണ്, അത് ഏത് തരത്തിലാണ് അക്കൗണ്ടബിൾ ആകുന്നത്, അതല്ലെങ്കിൽ ഇതിന്റെ എസ്റ്റിമേറ്റിന്റെ വിശദാംശങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഈ നിമിഷം വരെയും അക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതായത് 125 കോടി രൂപ ചെലവഴിച്ച ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇരിക്കും. ഏത് സാഹചര്യത്തിലായിരുന്നു 70 കോടി രൂപ തനിക്ക് ചിലവായി, അല്ലെങ്കിൽ 70 കോടി രൂപ ചെലവാക്കിയാണ് സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് സ്പോൺസർ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യത്തിന്റെ ബ്രേക്കപ്പ് എന്താണ്, അത്തരം കാര്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഇത് ചെലവഴിക്കുന്നത്, അതിന് എസ്റ്റിമേറ്റിന്റെ ഒരു വിശദാംശങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്തരം സാഹചര്യങ്ങൾ ഇങ്ങനെ ദുരൂഹമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വിവാദങ്ങളിലേക്ക് അത്തരം സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഈ സ്പോൺസർക്ക് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയിരുന്നത് അല്ലെങ്കിൽ അനുമതി ലഭിച്ചിരുന്നത്, സ്പോൺസർ ഏത് സാഹചര്യത്തിലാണ് സ്റ്റേഡിയം സ്വന്തം ചിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഏറ്റെടുത്തത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ
വ്യക്തത വരുന്ന ഒരു സാഹചര്യമാണ്. കായിക മന്ത്രി GCDAക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് സ്പോൺസർക്ക് സ്റ്റേഡിയം വിട്ടുകൊടുക്കണം, അതുമായി ബന്ധപ്പെട്ട കരാറുകൾ ഉണ്ടാക്കണം എന്നാണ്. അതായത് കരാർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമാണ്. ഈ നിർദ്ദേശം, അതായത് കത്തിൽ GCDAക്ക് കായിക മന്ത്രി അയച്ചിരിക്കുന്ന കത്തിൽ ഈ സ്റ്റേഡിയം സ്പോൺസർക്ക് നൽകണം എന്നുള്ള നിർദ്ദേശം ഉണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വെടിനിർത്തൽ കരാർ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ഗാസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തി. ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനുസിൽ 10 തവണ വ്യോമാക്രമണമുണ്ടായി. അതിനിടെ ഗാസയിൽ ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം പുനരാരംഭിച്ചു. 2 മൃതദേഹങ്ങൾ ഹമാസ് കൈമാറി. ഗാസയിലെ സ്ഥിതി ഖത്തറും അമേരിക്കയും വിലയിരുത്തുന്നുണ്ട്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഇപ്പോഴിതാ ഈ ആക്രമണങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഇത്തരത്തിൽ വീണ്ടും വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിയത്. ഇപ്പോൾ നടന്ന ഈ ആക്രമണത്തിന്റെ സാഹചര്യം അതെന്തായിരുന്നു? വിവരങ്ങൾ. ഭവ്യ, കരാർ ലംഘനം ഇനിയും ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഖാൻ യൂനിസിലെ 10 ഇടങ്ങളിൽ വ്യോമാക്രമണം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തിന് ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും ഒപ്പം തന്നെ നിരവധി പേർ കൊല്ലപ്പെട്ടതായുമുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു ഔദ്യോഗിക കണക്കോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു സമാധാനം ഗാസയിൽ പുലരുമെന്ന് കരുതിയിരുന്ന നേരത്താണ് വീണ്ടും ഇത്തരത്തിൽ ഇസ്രായേൽ സേനയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. ഇത് ഈ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രായേലിന് നൽകാനുള്ള ഈ ഹമാസിന്റെ പക്കലുള്ള മൃതദേഹങ്ങൾ, ഇത്തരത്തിൽ ഇസ്രായേൽ ബന്ദികളായിരുന്ന മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അത് നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആക്രമണങ്ങൾ തുടരുമ്പോഴും ഇന്ന് ഇത്തരത്തിൽ ഹമാസിന്റെ പക്കലുണ്ടായിരുന്ന 2 മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ആരോപിക്കുന്നത് ഇത് മുൻപ് നൽകിയ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ, ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. തെക്കൻ ഗാസയിലാണ് ഇപ്പോൾ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, ഇത്തരത്തിൽ ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന പദ്ധതികൾ അത് അംഗീകരിച്ചുകൊണ്ട് ഇരു പ്രതിനിധികളും അതിൽ കരാറിൽ ഒപ്പിടുകയും പിന്നീട് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് ഗാസ പോകുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിനുശേഷം ഇനി ഒരു ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകില്ല, ഇനി ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകില്ല എന്ന് കരുതി ഈ പലായനം ചെയ്ത ഗാസക്കാർ ഗാസയിലേക്ക് തിരികെ മടങ്ങി വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അവർ വളരെ ആഹ്ലാദത്തോടു കൂടിയായിരുന്നു അവിടേക്ക് തിരികെ എത്തിയത്. പക്ഷേ അവരുടെ നെഞ്ചുരുകുന്ന തരത്തിലേക്ക് അവർ വീണ്ടും ഒരു രക്തച്ചൊരിച്ചിലിന് സാക്ഷിയാവുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. വീണ്ടും വെടിവെച്ചുകളുടെ സൗണ്ടുകൾ, ഒപ്പം തന്നെ വ്യോമാക്രമണങ്ങൾ വീണ്ടും കൂടുതൽ ശക്തമാകുന്ന തരത്തിലേക്ക് പോകുന്നു. ഇതിനിടയിൽ മധ്യസ്ഥ ചർച്ചയ്ക്കുണ്ടായിരുന്ന ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ എന്ത് നടപടികൾ സ്വീകരിക്കുന്നു, എന്ത് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അമേരിക്ക ഖത്തർ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തണം, മധ്യസ്ഥ ചർച്ചകൾ 2ാം ഘട്ടത്തിലേക്ക് കടക്കേണ്ട സാധ്യതകൾ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ആക്രമണങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത്. മറ്റൊന്ന്, അമേരിക്കയുടെ സേനാ വിന്യാസം അത് ഈ ഗാസ മുനമ്പിലും ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ നിൽക്കുമ്പോൾ കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ കൺമുന്നിലാണ് ഇങ്ങനൊരു ആക്രമണം ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെങ്ങനെയാണ് ഹമാസ് പ്രതികരിക്കുന്നത്, 2ാം ഘട്ട ചർച്ചകൾ ഇതിനെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഭവ്യ, ശരി. MG മിഥുനാണ് വിവരം നൽകിയത്. ഒരിടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ,
അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എൻഡിഎയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, സ്ത്രീ ശാക്തീകരണം എന്നിവയിൽ ഊന്നിയാകും പ്രകടന പത്രിക. അതിനിടെ മൊഗാമയിൽ ജെഡിയു ജൻസ്വരാജ് പാർട്ടി പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ജൻസ്വരാജ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. രാകേഷ് വിവരങ്ങളുമായി ചേർന്നു. രാകേഷ്, എന്തായാലും അങ്ങനെ എൻഡിഎയുടെ പ്രകടന പത്രികയും പുറത്തിറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക കണ്ടതാണ്. എന്തായാലും വാഗ്ദാനങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല അല്ലേ? ആദ്യ ഭവ്യ പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം 6-ാം തീയതിയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. 121 മണ്ഡലങ്ങൾ. നേതാക്കളൊക്കെ തന്നെ സംസ്ഥാനത്ത് സജീവമായി കഴിഞ്ഞു. പ്രധാനമന്ത്രി 2 തവണ സംസ്ഥാനത്ത് വന്നുപോയി. രാഹുൽ ഗാന്ധിയും പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. ഏതായാലും കഴിഞ്ഞ ദിവസം മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിരുന്നു. ഈ പ്രകടന പത്രികയിൽ ഓരോ കുടുംബത്തിനും ഒരാൾ വീതം സർക്കാർ ജോലി നൽകും എന്നടക്കമുള്ള വാഗ്ദാനമാണ് നൽകിയതെങ്കിൽ ഇന്ന് എൻഡിഎയുടെ പ്രകടന പത്രിക കൂടി പുറത്തിറങ്ങുകയാണ്. തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് എൻഡിഎ മുന്നോട്ട് വയ്ക്കുന്നത്. അത് സർക്കാർ മേഖലയ്ക്ക് പുറമെ സ്വകാര്യ മേഖലയിൽ, പ്രത്യേകിച്ച് IT സെക്ടറിലടക്കം തൊഴിലവസരം സൃഷ്ടിക്കുന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും എൻഡിഎയുടെ പ്രകടന പത്രികയിൽ ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലകളിലും കൂടുതൽ തൊഴിൽ സാധ്യതകൾ തുറക്കും എന്നുകൂടി എൻഡിഎ നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, സ്ത്രീ വോട്ടർമാർ ബീഹാറിൽ നിർണായകമാണ്. നിതീഷിന്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തന്നെ വിജയത്തിന്റെ ഒരു നിർണായക ഘടകമെന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരാണ്. സ്വാഭാവികമായും സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള പ്രഖ്യാപനങ്ങളടക്കം ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് 10,000 രൂപ ഏതാണ്ട് സംസ്ഥാനത്ത് 25 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിലിനായി അല്ലെങ്കിൽ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനായി അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. അത് സ്വാഭാവികമായും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും. അതിനോടൊപ്പം തന്നെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള എന്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത്. അതിനിടയിലാണ് ജൻസ്വരാജ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ മൊഗാമ ജില്ലയിൽ കൊല്ലപ്പെട്ടതും അതിപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമാകുന്നു. ഏതായാലും വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ ക്രമസമാധാനം അടക്കമുള്ള വിഷയങ്ങൾ ഇതോടുകൂടി ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭവ്യ, ശരി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഗോൾഡൻ വാലി തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി താരാകൃഷ്ണൻ അറസ്റ്റിലായെങ്കിലും ഇനിയും സംശയങ്ങൾ ബാക്കി. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി പരാതികൾ ഉയർന്നെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 31 ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ മാത്രമാണ്. മറ്റുള്ളവർക്കായി അന്വേഷണം തുടരുകയാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, എങ്ങനെയാണ് ഇതിന്റെ ഒരു അന്വേഷണ വഴി? വിവരങ്ങൾ. ഭവ്യ, കഴിഞ്ഞ ദിവസമാണ് തമ്പാനൂർ പോലീസ് ബംഗളൂരുവിലെ വിമാനത്താവളത്തിൽ നിന്ന് ഈ ഗോൾഡൻ വാലി നിധി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള താരാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. ഇവർ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് രഹസ്യമായി മടങ്ങിയെത്തുകയാണ് എന്ന് തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന. അങ്ങനെയാണ് താരെ അറസ്റ്റിലാവുകയും ഇവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ തട്ടിപ്പിന് ഈ തട്ടിയെടുത്ത പണം, അതായത് സ്വർണ്ണ നിക്ഷേപത്തിന് എന്ന പേരിൽ വാങ്ങിയതിനു ശേഷം പിന്നീട് തട്ടിയെടുത്ത പണം ഏത് രീതിയിൽ ചെലവഴിച്ചു, അത് ആരുടെയൊക്കെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമായ വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പിന് കൂട്ടിനിന്ന മറ്റൊരു കേസിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിയായ ചേച്ചി തോമസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കുവൈറ്റിലേക്ക് മടങ്ങി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ, അതായത് കുവൈറ്റിലേക്ക് മുങ്ങി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതോടൊപ്പം ഇത് നിരവധി ആളുകൾ കാട്ടാക്കര, ആര്യനാട്, തമ്പാനൂർ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 31 ലക്ഷം രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മാത്രമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്ന ആക്ഷേപവും ശക്തമാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ താരാകൃഷ്ണൻ അറസ്റ്റിലായിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നായിരുന്നു പ്രാഥമികമായി പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ 31 ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ മാത്രമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി കയ്യിലെ കാശെടുത്ത അധ്യാപകർ ബസ് വാങ്ങിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ?
അങ്ങനെ ഈ വാർത്തയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ചിലപ്പോൾ വിശ്വസിക്കില്ല. എന്നാൽ സംഗതി സത്യമാണ്. മലപ്പുറം കൊണ്ടോട്ടി നെടിയിരുപ്പ് ചിറയിൽ ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരാണ് കുട്ടികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ സ്വന്തം കയ്യിലെ പണം മുടക്കിയത്. അങ്ങനെയും ചില അധ്യാപകരുണ്ട്. ആ റിപ്പോർട്ടൊന്ന് കാണാം. LKG മുതൽ 7ാം ക്ലാസ് വരെ 1300ഓളം കുട്ടികളുണ്ട് നെടിയിരുപ്പ് ചിറയിൽ ഗവൺമെന്റ് UP സ്കൂളിൽ. തനി നാട്ടിൻപുറമാണ്. നാട്ടിലേറെയും വീതി കുറഞ്ഞ ഊടുവഴികളും. MLA ഫണ്ട് കൊണ്ട് കിട്ടിയ ഒരു ബസ്സടക്കം 2 വലിയ ബസ്സുകൾ സ്കൂളിലുണ്ടെങ്കിലും ചെറിയ വഴികളിലൂടെ ഇതൊന്നും പോകില്ല. കുട്ടികളാണെങ്കിൽ യാത്രാ ദുരിതത്താൽ വലയുകയാണ്. ഇതിനൊരു പരിഹാരം കാണാനാണ് സ്കൂളിലെ അധ്യാപകർ തന്നെ കയ്യിലെ കാശ് മുടക്കി ചെറിയ ബസ് വാങ്ങിയത്. 50ഓളം അധ്യാപകരാണ് ഈ CNG ബസ്സിനായി പണം മുടക്കിയത്. ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഞങ്ങൾ പുറപ്പെടാൻ കാരണം കുട്ടികളെ യാത്രാ ദുരിതം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ്. വലിയ വണ്ടികളൊന്നും ഉൾഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. അതിനെ ഉൾഭാഗത്ത് പോയിക്കൊണ്ട് കുട്ടികളെ എടുക്കേണ്ടത് അനിവാര്യമാണ്. 7,35,000 രൂപ ആണ് ഇതിന് റോട്ടിലിറക്കാൻ ഞങ്ങൾക്ക് ചെലവായത്. ആ ഒരു സംഖ്യ സ്വരൂപിക്കാൻ ഇവിടുത്തെ അധ്യാപകർ തന്നെ മുൻകൈയെടുത്തു എന്നതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുത. 7.5 ലക്ഷം രൂപയാണ് പുതിയ ബസ്സിന് ചെലവ് വന്നത്. 20,000 മുതൽ 60,000 വരെ നൽകിയ അധ്യാപകരുണ്ട്. സ്കൂളിലെ അധ്യാപകർ നടത്തിയിട്ടുള്ള ഈ ഒരു വലിയ ഉദ്യമം അത് എത്ര പ്രശംസിച്ചാലും മതിയാവാത്തതാണ്. അവർ സ്കൂളിനോടും ഈ പൊതുസമൂഹത്തോടും നമ്മളെ കുട്ടികളോടുമുള്ള ഏറ്റവും വലിയ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്ന അധ്യാപകരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരുപാട് തുകകൾ അവർക്ക് കഴിയുന്ന തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ സ്വരൂപിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതാദ്യമായല്ല അധ്യാപകർ സ്കൂളിനായി കയ്യിലെ പണമെടുത്ത് ചെലവഴിക്കുന്നത്. മുൻപ് സ്കൂളിന് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കാൻ 5 ലക്ഷം രൂപയും അധ്യാപകർ നൽകിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം ഇടവേളയ്ക്ക് ശേഷം.